പവിത്രത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ശ്രീനിസാറിൻ്റെ വീട്ടിലേക്ക് വേദ വരികയാണ്. അവിടെ വന്ന് കയറുമ്പോഴത്തേക്ക് വിക്രം വിചാരിക്കണേ ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് വിചാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സുധ വന്നിട്ട് വേദയോ വാ വേദേ, എന്താ ഇരിക്കാത്തേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ പെരുമാറിയ പോലെ ഞങ്ങൾ പെരുമാറുമെന്ന് വിചാരിച്ചാണോ എന്ന് സുധ ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ശ്രീനി സാറുമായിട്ടുള്ള വിക്രത്തിൻ്റെ അടുപ്പം ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞത്, അല്ല വേറൊന്നും പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് വിക്രം ചാടി എണീച്ചിട്ട് പറയും, ഇതൊക്കെ പറയാൻ നീ ആരാടി എന്ന് പറഞ്ഞങ്ങ് വരികയാണ്. അപ്പോഴത്തേക്ക് ശ്രീനി സാറ് വിക്രത്തെ തടയുന്നുണ്ട്. ശ്രീനി സാറ് വേദയോട് ചോദിക്കണേ, എന്താ വേദയെ വന്നത്? അപ്പോൾ വേദ പറയണേ, ഞാനൊരു കാര്യം അന്വേഷിക്കാനാണ് വന്നത്, സാറിനോട് ചോദിക്കാനാണ് വന്നതെന്ന് പറയുന്നത്. എന്നാൽ ചോദിച്ചോ, എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ വേദ പറയാണ്, എനിക്ക് ഇവിടെ നിന്നല്ല പറയാനുള്ളത്, സാറുമായിട്ട് മാറി നിന്ന് സംസാരിക്കണം, ആരും കേൾക്കണ്ടെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രീനി സാറും വേദയും കൂടെ മാറി നിന്ന് സംസാരിക്കണം. അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ശ്രീനി സാറ് സിഗരറ്റ് എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് വേദ പറയുന്നു, സാറേ 1 മിനിറ്റത്തെ ആവശ്യമുള്ള എൻ്റെ, അത് കഴിഞ്ഞിട്ട് സാറ് സിഗരറ്റ് വലിച്ചോ എന്ന് വേദ പറയാണ്. അപ്പോഴത്തേക്ക് ശ്രീനി സാറ് ആ സിഗരറ്റ് എടുത്ത് അങ്ങ് പോക്കറ്റ് വയ്ക്കുകയാണ്. എന്നിട്ട് പറയുക, സാറാണെങ്കിൽ വിക്രത്തെ കാണുന്നത് ജയിൽ പുള്ളി ആയതിനു ശേഷം വിഷം കഴിച്ച് റോഡിൽ കിടന്നപ്പോഴാണ് സാറ് വിക്രത്തെ കാണുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുന്നതും ഒക്കെ ഇല്ലേ സാറേ എന്ന് ചോദിക്കണം. അപ്പം ശ്രീനി സാറ് അതേന്ന് പറയാണ്. പക്ഷേ വിക്രം ആ കോളേജിൽ വെച്ച് ഒരു പയ്യനുമായിട്ട് അടിയുണ്ടാക്കി. ആ പയ്യൻ കഞ്ചാവ് വിറ്റെന്നും പറഞ്ഞാണ് വിക്രം അന്ന് അടിയുണ്ടാക്കിയത്. അപ്പം അതിൻ്റെ പേരിൽ അത് പ്രശ്നമായി. മാഷ് കൊണ്ടുവന്ന് ആ പയ്യനെതിരെ കേസ് കൊടുത്തപ്പോൾ പോലീസ് വന്ന് ആ പയ്യനെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു. പക്ഷേ നിമിഷങ്ങൾക്കകം അയാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അന്ന് ഇറക്കാൻ വന്നത് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരാളാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് ശ്രീനി സാറ് വിയർക്കാൻ തുടങ്ങി. എന്നിട്ട് പറയാണ്, ആ പയ്യൻ എന്ന് വെച്ചാൽ ശ്രീനി സാറിൻ്റെ പെങ്ങളുടെ മോനാണ്. പെങ്ങളുടെ മോനോട് സാറിന് നല്ല അടുപ്പമാണ് അല്ലേ എന്ന് ചോദിക്കുകയാണ് വേദ. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ അയാളാണെന്ന് ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ദിവസം വരും, അന്ന് ഞാനും വിക്രമും കൂടെ ഇവിടെ വരും. അന്ന് വിക്രം ചോദിക്കുന്നതിനും ഞാൻ ചോദിക്കുന്നതിനും സാർ ഉത്തരം പറയണം. അപ്പോഴത്തേക്ക് ശ്രീനി അങ്ങ് വിയർത്ത് വല്ലാതായി. ഇത്രയും പറഞ്ഞ് വേദ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് വിക്രം അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ സാറേ അവൾ എന്ത് പറഞ്ഞിട്ടാണ് പോയത്? അപ്പം ശ്രീനി സാർ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പറയാണ്, അവൾ മിടുക്കിയ, അവൾ ബുദ്ധിശാലിയാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീനി സാർ അങ്ങ് കയറി പോവുകയാണ്. പിന്നെ കാണിക്കുന്ന ദർശനാണെങ്കിൽ വേദയെ വിളിച്ചു വരുത്തിയാണ്. അപ്പോൾ വേദ വന്നപ്പം പറയാണ്, ഈ ആളെ അറിയാമോ? ഇത് ഹമീദ്ക്ക, അന്ന് വിക്രത്തിൻ്റെ കേസ് നടന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. വേദ പറഞ്ഞില്ലേ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമെന്ന്. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്. അപ്പം വേദ ചോദിക്കുന്നത്, എന്താ പറയുന്നത് ദർശൻ എന്ന് ചോദിക്കുകയാണ്. അപ്പം അയാൾ പറയാണ്, ഹമീദ്ക്ക അന്ന് എന്താ ഉണ്ടായത്? അപ്പം അന്ന് ആ ജീപ്പിൽ ഞാനുണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാമായിരുന്നു വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ വിക്രം ആ കേസ് സ്വയം ഏറ്റെടുത്തതാണ്. അന്ന് ആ പയ്യനെതിരെ വിക്രം കേസ് കൊടുത്തപ്പം വിക്രത്തിൻ്റെ അച്ഛൻ കേസ് കൊടുത്തത് കൊണ്ട് മാഷിനൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ് തിരിച്ച് ആ മാഷിൻ്റെ ബാഗിൽ ഇത് വെച്ചത്. ഞങ്ങൾക്ക് വന്ന ഫോൺ കോള് മാഷാണെങ്കിൽ കഞ്ചാവ് സ്കൂളിൽ വിൽക്കുന്നു എന്ന രീതിയിലാണ് ഞങ്ങൾക്ക് ഫോൺ കോൾ വന്നത്. മാഷിന് കൊടുക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ അന്നത്തെ ആ ദിവസമായത് കൊണ്ടായിരിക്കും വിക്രം അത് ഏറ്റെടുത്തത്, അത് താനാ ചെയ്തതെന്ന് പറഞ്ഞത്. പക്ഷേ പിന്നെയും പലവട്ടം പോലീസ് ചോദിച്ചിട്ടും വിക്രം അത് നിഷേധിച്ചില്ല. അപ്പോഴത്തേക്ക് വിക്രമന് അറിയാമായിരുന്നു അത് ആരാ ചെയ്തതെന്ന്. വിക്രമന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്രം അത് നിഷേധിച്ചതുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾക്ക് പോലീസുകാർക്ക് അറിയാമായിരുന്നു വിക്രം അത് ചെയ്തിട്ടില്ല എന്ന്. അപ്പം ദർശൻ പറയുകയാണ്, അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, വിക്രം അത് ചെയ്തിട്ടില്ല. പക്ഷേ ആരാ ചെയ്തതെന്ന് വിക്രമിന് കൃത്യമായി അറിയാം എന്ന് വേദയോട് ദർശൻ പറയാണ്. അപ്പോൾ വേദ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വിക്രം വേദയുടെ അടുത്ത് നിന്ന് ചൂടാവുകയാണ്. നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇറങ്ങല്ലെന്ന്, നീ ആരടി എൻ്റെ കാര്യം അന്വേഷിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് വിക്രമാണ് വേദയോട് ദേഷ്യപ്പെടുകയാണ്. ഞാൻ നിങ്ങളുടെ ഭാര്യ, അതുകൊണ്ട് ഇത് അന്വേഷിക്കുക തന്നെ ചെയ്യും. അന്നേരം വിക്രം പറയുകയാണ്, ഇനി അത് അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ വേദ പറയാണ്, 6-7 കൊല്ലം എൻ്റെ ഭർത്താവ് എന്തിനാണ് ജയിൽവാസം അനുഭവിച്ചതെന്ന് ഞാൻ അറിയണ്ടേ? എന്നിട്ട് വേദ വയ്ക്കുന്നത്, ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ ഇപ്പോഴും പഴി കേൾക്കുന്നുണ്ട്, അതിന് ജീവിതകാലം മൊത്തം ആ പഴിയും കേട്ട് ജീവിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് വേദ ചോദിക്കുകയാണ്. അപ്പം വിക്രം പറയാണ്, ഞാൻ പറഞ്ഞില്ലല്ലോ, മറ്റുള്ളവർ മാത്രമാണ് പറയുന്നത് ഞാനത് ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ ഞാനത് ചെയ്തിട്ടില്ലെന്ന്. ഞാൻ കച്ചവടം നടത്തുകയും ചെയ്ത്
അത് എന്നെ പോലീസ് പിടിക്കുകയും ചെയ്ത് അതിന് ആവശ്യമുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുകയും ചെയ്തു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇനി അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയോണ്ടും ഒരു കാര്യമില്ലെന്ന് വിക്രം പറയാണ്. ഞാനും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ വിറ്റിട്ടുണ്ട് എന്ന് വിക്രം പറയണം. അപ്പം വേദ പറയണം, നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ കള്ളു കുടിക്കാറില്ല, അതൊന്നും മയക്കുമരുന്നൊക്കെ കൈകൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ലെന്ന്. പിന്നെ നിങ്ങൾ അതെങ്ങനെ വിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസിൻ്റെ പുറകെ പോവും, ഞാൻ കണ്ടെത്തുകയും ചെയ്യും. അതാരാ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞുകൂടെയെന്ന്. അപ്പം വിക്രം പറയാണ്, എൻ്റെ വായിൽ നിന്ന് ഒരിക്കലും നീ അറിയത്തില്ല അത് ആരാണെന്ന്. ഞാൻ പറഞ്ഞിട്ട് നീ അറിയത്തുമില്ല, നീ ഒരിക്കലും അത് അറിയത്തുമില്ലെന്ന് പറയണം. അപ്പം വേദ പറയാണ്, ഞാൻ ഈ കേസിൻ്റെ പുറകെ തന്നെയാണ്, ഞാൻ അവസാനം വരെ എത്താറായി, ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് ചോദിക്കുകയും ചെയ്യും ആ കാര്യം എന്ന് പറയാണ്. അപ്പോൾ വേദയ്ക്ക് നല്ല വാശിയോടെ വേദ നിൽക്കുകയാണ്. അതെന്തായാലും കണ്ടുപിടിക്കും, വിക്രം അത് ചെയ്തിട്ടില്ല, വിക്രമിന് അറിയാവുന്ന ആ ആൾ ആരാണ് എന്ന് വേദ കണ്ടുപിടിക്കുമെന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ വിക്രം വീട്ടിൽ നിന്നപ്പോൾ ശ്രീനിധി സാറ് വിളിച്ചതാണ്. അപ്പം ശ്രീനിധി സാറിനോട് വിക്രം ഫോണിൽ ലൗഡ് സ്പീക്കർ ഇട്ടാണ് സംസാരിച്ചിരുന്നത്. ആ ആൾ ഇപ്പോൾ ശ്രീനിധി സാറ് പറയണം, ആ ആൾ വലിയ പ്രശ്നമാണല്ലോ, ആ ശ്രീധരേട്ടൻ. അയാളാണെങ്കിൽ പഴയ നമ്മുടെ ഓരോ കേസ് കുത്തിപ്പൊക്കി പ്രശ്നം ഉണ്ടാക്കുവാണ്, അയാളെ കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ വിക്രം പറയാണ്, അത് വലിയ കാര്യമല്ല, ആ കാര്യം ഞാൻ നോക്കിക്കോളാം, സാറ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അയാൾ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല എന്ന് പറയണം. അപ്പം ശ്രീനിധി സാർ പറയണം, നീ വിചാരിക്കുന്ന പോലല്ല, അയാൾ ഓരോന്നോരോന്നും നമ്മുടെ പഴയ കാര്യം പൊക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും ഇപ്പം. അപ്പം നീ എന്തെങ്കിലും ചെയ്യണമെന്ന് ശ്രീനിധി സാർ പറയണം. അപ്പം വിക്രം പറയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം സാറേ, അയാളെ എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് ശ്രീനി ചോദിക്കുകയാണ്. അയാളെ അങ്ങ് തട്ടിക്കൊണ്ട് പോയാലോ? തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രശ്നം തീരത്തില്ലല്ലോ, പിന്നെയും അയാൾ 2-3 ദിവസം നമ്മൾ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും ആ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കത്തില്ലേ എന്ന് ശ്രീനി സാർ ചോദിക്കുകയാണ്. വിക്രം പറയണം, എന്തായാലും തൽക്കാലം തട്ടിക്കൊണ്ടുപോകും, അതിനുശേഷം നമുക്ക് മറ്റുള്ള കാര്യം ചിന്തിച്ചാൽ പോരെ എന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വേദ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി അടുത്ത പണി വിക്രമിന് കൊടുക്കാൻ വേണ്ടി ശ്രീനി സാർ ഇറങ്ങിക്കുവാണെന്ന്. വേദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീജ അങ്ങോട്ട് വരികയാണ്. എന്താ വലിയ ചിന്ത? അല്ല ശ്രീചേട്ടത്തി, ഈ ആണുങ്ങളുടെ തലയിൽ നിലാവാന്ന് പറയുന്നത് വെറുതെ അല്ലയോ? ഓരോരോ പ്രശ്നത്തിൽ ചെന്ന് ചാടും, പിന്നെ അത് വലിയ പ്രശ്നമായി മാറും. അപ്പം ശ്രീചേട്ടത്തി എന്താ? അല്ല, ആ സാമൂഹ്യദ്രോഹിയെ ഞാനാണെങ്കിൽ അയാളുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ശ്രീധരേട്ടനെ കണ്ടു. അപ്പം അയാൾ ചോദിച്ചായിരുന്നു, ഈ സാമൂഹ്യദ്രോഹിയുടെ വീട്ടിൽ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചായിരുന്നു. വിക്രമിൻ്റെ ഭാര്യയാണെന്ന് ചോദിച്ചപ്പോഴും വേറെ പണിയില്ലായിരുന്നോ എന്നും പറഞ്ഞ് അയാൾ എന്നെ കളിയാക്കിക്കൊണ്ട് പോയി എന്ന് പറയാണ്. ഇപ്പോൾ അയാളെ തട്ടിക്കൊണ്ട് പോകാൻ പ്ലാൻ ചെയ്യുക ആര് എന്ന് ശ്രീജ ചോദിക്കണം. വിക്രം ശ്രീനി സാറ് പറഞ്ഞിട്ട്. അപ്പം ശ്രീജ പറയണം, അയ്യോ അത് വലിയ പ്രശ്നമാകത്തില്ലയോ, പിന്നെ അത് കേസാവത്തില്ലേ? അപ്പോൾ വേദ പറയണം, അതേ കേസാവും ശ്രീചേട്ടത്തി, അത് വലിയ പ്രശ്നമായി മാറുകയും ചെയ്യും. അപ്പം വേദ ഒരു കാര്യം ചെയ്യും, വേദ ശ്രീധരൻ സാറിനെ അറിഞ്ഞുകൂടായോ? ആ സാറിനെ വിളിച്ചു പറ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്നും. അപ്പം വേദ പറയാണ്, നമ്മളത് വിളിച്ച് പറഞ്ഞാൽ ഉടനെ ശ്രീധരേട്ടനെ ഉടനെ കേസ് കൊടുക്കാൻ പോകും, അതും വീണ്ടും പ്രശ്നവും, നമ്മളതിൻ്റെ പുറകെ നടക്കണം. അപ്പം വേദ പറയും, എന്തോ ചെയ്യും അപ്പം ശ്രീജ പറയാണ്, എന്തു ചെയ്യും, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമായി മാറുമല്ലോ. അപ്പം വേദ പറയാണ്, നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം ശ്രീചേട്ടത്തി എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് നന്ദിനി വരികയാണ്. നന്ദിനി ചോദിക്കുക, എന്തോ ഇവിടെ വലിയ ഗൂഢാലോചന. അപ്പോഴത്തേക്ക് ശ്രീജ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പം വേദ പറയാണ്, ഞങ്ങളിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരി നന്ദിനിയേട്ടത്തി, അത് നന്ദിനിയേട്ടത്തി അങ്ങ് തട്ടിക്കളയാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ കൊല്ലണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ വിചാരിച്ച് പായസത്തിച്ച് വിഷം തന്നങ്ങ് കൊന്നാലോ എന്ന്, ആഹാരത്തിച്ച് വിഷം തന്ന് കൊന്നാലോ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പം ശ്രീചേട്ടത്തി പറഞ്ഞതാണ്, വേണ്ട അങ്ങനെ കൊല്ലണ്ട, വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന്. അപ്പോൾ നന്ദിനി ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുക. എന്നിട്ട് ശ്രീജയെ നോക്കുവാണ്. അപ്പോൾ വേദ പറയാണ്, ശ്രീചേട്ടത്തി നോക്കി പേടിപ്പിക്കണ്ട, ഞാനാണ് നന്ദിനിയേട്ടത്തെ കൊല്ലാനുള്ള പ്ലാൻ ചെയ്തത്. ഇനിയിപ്പം എന്തായാലും ഈ പ്ലാൻ നന്ദിനിയേട്ടത്തി കേട്ടല്ലോ, ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ നോക്കാം. ആ പ്ലാൻ ഫ്ലോപ്പായിപ്പോയി, വേറെ എന്തെങ്കിലും നോക്കാം. എന്തായാലും ഇവിടുത്തെ പ്രശ്നക്കാരി നന്ദിനിയേട്ടത്തില്ലേ, നന്ദിനിയേട്ടത്തിൻ്റെ കഥ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രശ്നങ്ങളേ ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് നന്ദിനി ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന ശ്രീജയും വേദയും കൂടെ അടുക്കളയിൽ നിൽക്കുകയാണ്. പായസത്തിൽ ഉറക്ക ഗുളിക ചേർക്കുകയാണ് വേദ. എന്നിട്ട് പറയുകയാണ്, ഇത് കൊണ്ടുവന്ന് ശ്രീചേട്ടത്തി കൊണ്ടുവന്ന് വിക്രമിന് കൊടുക്കണം. അയ്യോ ഞാനോ?
ഇത് വലിയ പ്രശ്നമാവത്തില്ലേ വേദേ? എന്ത് പ്രശ്നമാവാൻ? ഇത് കുടിക്കുമ്പം കുറച്ച് നേരം കിടന്നുറങ്ങും. അതോടെ ഇന്നത്തെ രാത്രി അങ്ങ് പോയി കിട്ടും. നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാം. പിന്നെ ഓരോരോ ദിവസം ഇങ്ങനെ തള്ളി നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞ കാര്യം വിക്രം ചെയ്യാതിരിക്കുമ്പോൾ അവർ തമ്മിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി തുടങ്ങിക്കോളും. ഞാനും കൊണ്ടു കൊടുക്കത്തില്ല, എനിക്ക് പേടിയാവുന്നെന്ന് ശ്രീജ പറയാണ്. അപ്പം ശ്രീജേട്ടത്തി തന്നെ കൊണ്ടു കൊടുക്കണമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നന്ദിനി ഇങ്ങോട്ട് വരും. നന്ദിനി ഇങ്ങോട്ട് വന്നിട്ട് ഇതെന്തുവാ? അത് പായസം. എനിക്കൂടെ താ. നന്ദിനി ഏട്ടത്തിക്ക് തരാനില്ലെന്ന് വേദ പറയാണ്. പിന്നെ ഇതാർക്കാ? ഇത് വിക്രത്തിന്. ആഹാ, വിക്രത്തിന് കൊടുക്കുവാണെങ്കിൽ വിനായേട്ടനും കൊടുക്കണം. ഈ വിനായേട്ടന് കൊടുക്കാനില്ലെന്ന് വേദ പറയണം. അപ്പോഴത്തേക്ക് നന്ദിനി അത് ശ്രീജേട്ടയിൽ നിന്ന് വലിച്ചു പറിച്ച് വാങ്ങിച്ചങ്ങ് കുടിച്ച്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.